വടക്കുന്നാഥൻ്റെ മണ്ണിൽ ഇത്തവണ 2 പൂരങ്ങളാണ്. ഏപ്രിൽ 19 തൃശ്ശൂർ പൂരവും ഏപ്രിൽ 26 ജനാധിപത്യത്തിൻ്റെ മഹോത്സവമായ ലോക്സഭാ തിരഞ്ഞെടുപ്പും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിലാണ് ഇന്ന് മനോരമ ഓൺലൈൻ വോട്ട് ഓൺ വീൽസ് എത്തി നിൽക്കുന്നത്. തൃശ്ശൂർ, ഒല്ലൂർ, നാട്ടിക, ഗുരുവായൂർ, മണലൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നിങ്ങനെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. CPM-ഉം കോൺഗ്രസും മാറി ഭരിച്ച മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം പ്രവചിക്കുന്നു. UDF-നായി കെ മുരളീധരൻ കളത്തിലിറങ്ങുമ്പോൾ LDF-നായി എത്തുന്നത് VS സുനിൽകുമാറാണ്. സിനിമാ താരം സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങുന്നതോടെ തൃശ്ശൂരിലേത് ഗ്ലാമർ പോരാട്ടമാവുകയാണ്. വടകരയിലല്ല ഇത്തവണ എവിടെ നിന്നാലും ജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. ഇത്തവണ തൃശ്ശൂർ തങ്ങൾക്കൊപ്പമാണെന്നാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പറയുന്നത്. അതേസമയം മണ്ഡലത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സുരേഷ് ഗോപിക്ക് വോട്ടാകുമെന്നാണ് BJP അണികളുടെ പ്രതീക്ഷ. തൃശ്ശൂരിൽ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. എല്ലാ കാലത്തും ശക്തമായ മത്സരത്തിലൂടെ ജയിച്ചു വന്നതാണ് താനെന്നും അദ്ദേഹം പറയുന്നു. എല്ലാ സമയത്തും ഞാൻ നല്ല ടൈറ്റ് മത്സരത്തിലൂടെ ജയിച്ചു വന്ന ആളാണ്. ഞാൻ ഒരിക്കലും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈസി വാക്കോർ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലത്തെ ഒരു ഫൈറ്റ് തന്നെ ഇവിടെ, അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടോ? ആശങ്കയുണ്ടോ? ഒരാശങ്കയില്ല. 100% കോൺഫിഡൻസിലാണ് മുന്നോട്ട് പോകുന്നത്. സർ, ഇപ്പം സഹോദരി പറയുന്നുണ്ടായിരുന്നു കരുണാകരന്റെ മക്കളെ പൊതുവെ അവഗണിക്കുന്ന ഒരു പ്രവണത കോൺഗ്രസ് ഉണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അവരിപ്പോൾ കോൺഗ്രസ് ഇല്ലല്ലോ, അതുകൊണ്ട് അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അവർ പാർട്ടിയിലില്ല. പാർട്ടിയില്ലാത്തവർ പാർട്ടിയെക്കുറിച്ച് വിമർശിക്കും. അതിന് പാർട്ടിക്കാർ മറുപടി പറയേണ്ട കാര്യമില്ല. തൃശ്ശൂരിൽ എത്ര ശക്തമായ മത്സരം നടന്നാലും വിജയം LDF-നാണെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് VS സുനിൽകുമാർ. എതിരാളി എത്ര കരുത്തനായാലും ഇത്തവണ അനുകൂല വിധിയായിരിക്കുമെന്നും സുനിൽകുമാർ. സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വോട്ടുണ്ട്. ഒരു മത്സരവും അത്ര എളുപ്പമല്ലെന്നും സുനിൽകുമാർ പറയുന്നു. ഇല്ല, ആര് വന്നാലും നമ്മൾ ജയിക്കുമല്ലോ. ഇവിടെ ഇപ്പോൾ ഏത് സ്ഥാനാർത്ഥി വന്നാലും നമ്മൾ ഇടതുപക്ഷ മുന്നണി ജയിക്കും. സ്ഥാനാർത്ഥി ആരാണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല, മുന്നണി മാത്രമേ നോക്കിയിട്ടുള്ളൂ. സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കുന്ന അവരുടെ ആഭ്യന്തര കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. ഈ സുരേഷ് ഗോപി വോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? സുരേഷ് ഗോപിക്ക് വോട്ടുണ്ടല്ലോ. ഇവിടെ ജയിക്കുന്ന LDF ആവുന്ന മാത്രമേ ഉള്ളൂ. അവർക്ക് വോട്ടില്ല നമ്മൾ പറഞ്ഞില്ലല്ലോ. വോട്ട് അവർക്കുണ്ട്. ജയിക്കാനുള്ള വോട്ട് ഞങ്ങൾക്കുള്ളൂ. ഇങ്ങനെ മുരളീധരൻ വന്നപ്പോഴാണോ കൂടുതൽ ഈസി ആവുന്ന മത്സരം? അല്ല, ഒരു മത്സരം ഈസിയല്ല. എല്ലാ മത്സരം ആര് മത്സരിച്ചാലും പ്രതാപൻ അങ്ങനെ മോശപ്പെട്ട സ്ഥാനാർത്ഥി ഒന്നുമല്ല. ഏത് സ്ഥാനാർത്ഥി വന്നാലും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ട് കഷ്ടപ്പാടും വളരെ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് നടത്തുന്നത്. ജയിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നട്ടുച്ച സമയമാണ്. ഇപ്പോൾ 1 മണി നേരത്താണ് പാട്ടരാക്കൽ ജംഗ്ഷനിൽ ഇപ്പോൾ ഇത്രയും ആൾക്കാർ കൂടിയിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഏത് സമയത്ത് ഏത് അധ്വാനത്തിനും സഹാക്കൾ തയ്യാറായി നിൽക്കുമ്പോൾ നമുക്ക് ഏത് വിഷയങ്ങളും പ്രശ്നമല്ല. നമ്മൾ ജയിക്കും. നമ്മൾ തൃശ്ശൂരിന്റെ വികസനമാണ് NDA മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കേന്ദ്ര ഫണ്ട് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ഊർജം പകർന്നെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും ആവേശം അത് പോളിംഗ് ബൂത്തിൽ ഒരുപക്ഷെ അവരുടെ വിരൽ തുമ്പിലുണ്ടാകുന്ന ആവേശമായി തൊട്ടറിയാനും അത് അനുഭവിച്ചറിയാനും സാധിക്കുന്നുണ്ട്. ഇപ്പം ഒരു നല്ല ഡെവലപ്മെൻറ്റ് പ്ലാൻ ഉണ്ട് മനസ്സിൽ. ഇത്രയും നാളും വന്ന് ജയിച്ചു പോയവരൊന്നും ഒന്നും പറഞ്ഞുമില്ല, പറഞ്ഞൊന്നും ചെയ്തുമില്ല അല്ലേ. അപ്പോൾ ഞാനും ഒന്നും പറയുന്നില്ല. പക്ഷേ അടുത്ത തവണ 2029 വോട്ട് ചോദിക്കാനുള്ള ഭാഗ്യമുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി വയ്ക്കും. അതാണ് വാഗ്ദാനം. എല്ലായ്പ്പോഴും ഒരു രാഷ്ട്രീയ ഇഷ്ടത്തിന് വേണ്ടി, ഒരു രാഷ്ട്രീയ അനിഷ്ടത്തിനെതിരെ ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാകും. ഇത്തവണ രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യണം, രാഷ്ട്രത്തിന് വേണ്ടി വോട്ട് ചെയ്യണം, രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ വോട്ട് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ആർക്കാണ് ജയസാധ്യത എന്നത് സംബന്ധിച്ച് തൃശ്ശൂർക്കാർക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. താല്പര്യമുള്ള വ്യക്തി സുരേഷ് ഗോപിയാണ്.
ഒന്നും പറയാൻ പറ്റില്ല, ഇലക്ഷൻ അല്ലേ. ആരോഗ്യം മത്സരിക്കണേ സത്യം പറഞ്ഞാൽ ആര് ഭരിച്ചാലും ഡീസൻ്റായിട്ട് ഭരിച്ചാൽ മതി. ഇപ്പോഴുള്ള ഗവൺമെൻറ് പോലെ ആവരുത്. സുനിൽകുമാർ എന്തായാലും സുനിൽകുമാർ കൊണ്ടുവരിക്കും. സുരേഷ് ഗോപിയേക്കും തോന്നുന്നുണ്ട് ഇപ്രാവശ്യം. 3 പേർക്കും സാധ്യതയുണ്ട്. ആര് വേണമെങ്കിലും ജയിക്കാം. സുരേഷ് ഗോപി. LDF സ്ഥാനാർത്ഥി സുനിലേട്ടനെ ജയിക്കും. സുനിൽകുമാർ. സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് ആഗ്രഹം. സുനിൽകുമാറിനാണ് ചാൻസ് കൂടുതൽ. സുനിൽകുമാറായിരിക്കാൻ സാധ്യത. കനത്ത പോരാട്ടം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ ജനങ്ങൾ ആർക്കൊപ്പമാണെന്ന് കാത്തിരുന്നു തന്നെ കാണണം.